ജിഷയുടെ കൊലപാതകത്തിൽ തന്നെ വലിച്ചിഴക്കരുതെന്ന് സഹോദരി ദീപ. ഇതര സംസ്ഥാനക്കാരനായ ഒരു സുഹൃത്ത് തനിക്കില്ലെന്നും തനിക്ക് ഹിന്ദി അറിയില്ലെന്നും ദീപ പറഞ്ഞു. ജിഷയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും വീട് നിർമ്മാണത്തിന് വന്ന 2 പേരെ സംശയമുണ്ടെന്നും ദീപ പറഞ്ഞു. ദീപയുടെ വാക്കുകളിലേക്ക്. സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ആരാണ് യഥാർത്ഥ കാര്യം അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ച പുറത്തറിയും എന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ഇത് വഴി തെറ്റി ഇങ്ങനെ വിടണത്. എൻ്റെ എന്നല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കോൾ ലിസ്റ്റ് പരിശോധിക്കുകയും ചെയ്യും, അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ഈ അന്യസംസ്ഥാനക്കാരായിട്ടുള്ളൊരു ബന്ധമുണ്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കാൻ കൂടി അറിയില്ല. മുക്കി മൂളി വല്ലതും പറയുന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ കൂടി അറിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരായിട്ട് ഇത്രയും നാൾ ഈ ഇട്ടാവട്ടത്തിൽ ജീവിക്കുന്ന ഞാൻ എവിടെ പോകണമെന്ന് ഞാൻ ആരുമായിട്ട് കണക്ട് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തുള്ള 3-4 പേരെ സംശയമായിട്ട് അമ്മ പറയേണ്ട. കാരണം അയൽവക്കക്കാർ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ശത്രുതയൊക്കെ ആയിരുന്നു. ഇനി അവരാണോ കൊച്ചിൻ്റെ വീട് പണിയുടെ സ്ഥലത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അവരും ആണോ ഞങ്ങൾക്കറിയില്ല. തീർച്ചയായും ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്താണ് ദീപ പറഞ്ഞത്? മറ്റു വിശദാംശങ്ങൾ കൂടി. അജിംഷാദ് ജിഷയുടെ സഹോദരി ദീപയുടെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നു തുടങ്ങിയ വാർത്തകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ദീപ പ്രതികരിച്ചത്. ഏതായാലും തന്റെ സഹോദരിയുടെ കൊലപാതകത്തിൽ തന്റെ പേര് വലിച്ചെടുക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ ജിഷയുടെ സഹോദരി ദീപ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. താനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം വസ്തുതാവിരുദ്ധമാണ്. തനിക്ക് ഇതര സംസ്ഥാനക്കാരുമായി ബന്ധമുണ്ട്, സൗഹൃദമുണ്ട് തുടങ്ങി വരുന്ന വാർത്തകളൊന്നും ശരിയല്ല. തനിക്ക് ഹിന്ദി സംസാരിക്കാൻ പോലും അറിയില്ല. പിന്നെ എങ്ങനെ അന്യ സംസ്ഥാനക്കാരുമായി സൗഹൃദവും ബന്ധവും സ്ഥാപിക്കുമെന്ന ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പറഞ്ഞ മറ്റൊരു കാര്യം, കഴിഞ്ഞ 1.5 വർഷമായി തനിക്ക് തന്റെ വീടുമായി കാര്യമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് തനിക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ അറിയാം. അത് ഒന്ന്, അയൽപ്പക്കക്കാരുമായി അമ്മയ്ക്കും സഹോദരിക്കും ചില തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വീട് പണിയുമായി ബന്ധപ്പെട്ട് 2 പേർ മുൻപ് ജിഷയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി തനിക്കറിയാം. ഇവരിലേക്കൊക്കെയാണ് അന്വേഷണം കേന്ദ്രീകരിക്കേണ്ടത്. അല്ലാതെ തന്റെ സുഹൃത്തുക്കളെ കുറിച്ചും അങ്ങനെയുള്ള അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ഏതായാലും ദീപ മുന്നോട്ട് വെച്ചത്. ദീപ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. പോലീസ് പ്രചരിപ്പിക്കുന്ന കഥകളെ തള്ളി കൊല്ലപ്പെട്ട ജിഷയുടെ സഹോദരി ദീപ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നൊരു സവിശേഷമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അജിംഷാ, തീർച്ചയായും, അതായത് ദീപ പറയുന്നത് ശരിയെങ്കിൽ സാലി, വളരെ വളരെ വേദനയോടുകൂടിയാണ് ദീപ പറയുന്നത്. അതായത് എൻ്റെ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് എന്നിലേക്കും കാര്യങ്ങളെ എത്തിക്കുകയും നിഴലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലുള്ള പ്രതിഷേധം, അതായത് കൊന്നിട്ടും കൊല്ലുകയാണ് എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാകുന്നു. ദീപയുടെ വാക്കുകൾ ശരിയെങ്കിൽ പോലീസ് അവിടെയും പ്രതിക്കൂട്ടിലാകുന്നു എന്ന നിരീക്ഷണം ശരിയാകുന്നു. സാലി. അജിംഷാ, തീർച്ചയായും ദീപ പറയുന്നത് തന്റെ സഹോദരി, തന്റെ ജീവനാണ് തനിക്ക് നഷ്ടപ്പെട്ടത്, തന്റെ സഹോദരിയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ പോലീസ് നേരാവണ്ണം അന്വേഷണം നടത്തുന്നതിന് പകരം കുടുംബാംഗങ്ങളെ കേന്ദ്രീകരിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയായ സമീപനമല്ല എന്ന് തന്നെയാണ് ആ ദീപ പറഞ്ഞത്. വളരെ കൃത്യമാണത്. സ്വന്തം സഹോദരി കൊല്ലപ്പെട്ട് കിടക്കുന്നു, അമ്മ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു, അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ് ദീപ. അത്തരം ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യം ആശുപത്രി പരിസരത്തും ഒക്കെ ഉണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു വരുന്ന വാർത്തകളിൽ വല്ലാത്ത അമർത്തവും വേദനയും ആ സ്ത്രീ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ജിഷയുടെ കൊലപാതകത്തിൽ തന്റെ പേര് വലിച്ചിഴക്കരുത് എന്നൊരു അഭ്യർത്ഥന സത്യത്തിൽ നടത്തുകയായിരുന്നു. അത് മാധ്യമങ്ങളോട് മാത്രമല്ല, അവർ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ആ കുറ്റപ്പെടുത്തൽ മാധ്യമങ്ങളോട് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലീസിനോട് കൂടിയാണ്. പോലീസ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ തനിക്കറിയാം എന്ന് പറഞ്ഞവർ പറഞ്ഞത് 2 പേർ മുമ്പ് തന്റെ സഹോദരിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി തനിക്കറിയാം. അവർ അന്യസംസ്ഥാന തൊഴിലാളികളല്ല, വീട് പണിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അവരിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുന്നില്ല. മറ്റൊന്ന്, എല്ലാവർക്കും അറിയുന്ന പോലെ അയൽവാസികളുമായി അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം ഒരു അന്വേഷണവും കാര്യക്ഷമമായി ഒന്നും നടക്കുന്നില്ല. പക്ഷേ കാര്യക്ഷമമായ അന്വേഷണം നടത്താതെ തന്റെ സഹോദരി കൊല്ലപ്പെട്ട കേസിൽ തന്റെ പേര് വലിച്ചിഴക്കുകയാണ് പോലീസ് ബോധപൂർവം ചെയ്യുന്നത്. ഇത് ശരിയല്ല എന്ന നിലപാടാണ് വളരെ വേദനയോടെ ദീപ പറഞ്ഞത്. തീർച്ചയായും സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ദീപ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തി. പുറത്ത് പോലീസ് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്ത ശരിയല്ല, തനിക്ക് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുമായും സുഹൃത്ത് ബന്ധമില്ല, തനിക്ക് ഹിന്ദി പോലും അറിയില്ല, തന്നെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് വേദനാജനകമാണെന്നും മരിച്ച ജിഷയുടെ സഹോദരി ദീപ
പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് സാലിം മുഹമ്മദ് നൽകിയത്. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മയെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സന്ദർശിച്ചു. കൊലക്കേസ് വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പീഡനങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. And we will definitely take it up at the All India level and in the Parliament. Why such gruesome incidents are occurring, particularly in the states where the Congress is ruling and has a government. Nirbhaya case happened when there was a Congress government in Delhi. Now this happens here. The Congress and the UDF will have to answer to all these questions. ജിഷ എന്ന ദളിത് വിദ്യാർത്ഥിനി ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് 10 ദിവസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതിയുമില്ലാതെ നട്ടം തിരിയുകയാണ് പോലീസ്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഘാതകരിലേക്ക് എത്താവുന്ന സൂചനകൾ പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. 4 വർഷം മുമ്പ് ദില്ലിയിൽ നടന്ന നിർഭയ സംഭവത്തിന് സമാനമായ ക്രൂരമായ കൊലപാതകമാണ് കഴിഞ്ഞ മാസം 28-ന് പെരുമ്പാവൂരിൽ അരങ്ങേറിയത്. കുറുപ്പമ്പടിയിലെ രാജേശ്വരിയുടെ മകൾ ജിഷ എന്ന 29-കാരി പട്ടാപ്പകൽ വീടിനുള്ളിൽ ലൈംഗിക പീഡനത്തിനിടെ അരുംകൊല ചെയ്യപ്പെട്ടു. മാരകായുധം കൊണ്ട് രഹസ്യഭാഗം കുത്തിക്കീറിയതിനൊപ്പം ആന്തരാവയവങ്ങൾ പുറത്തുവരുന്ന വിധത്തിലായിരുന്നു പ്രതി ആക്രമണം നടത്തിയത്. ആദ്യക്കാഴ്ചയിൽ തന്നെ ദാരുണ കൊലപാതകം എന്ന് വിലയിരുത്തേണ്ട സംഭവം പക്ഷേ പോലീസ് നിസ്സാരവൽക്കരിച്ച് മൂടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ ജിഷയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TV നടത്തിയ ഇടപെടൽ ജനകീയ സമരങ്ങൾക്ക് വഴിവെച്ചതോടെ അന്വേഷണം ശക്തമാക്കാൻ സർക്കാർ നിർബന്ധിതരായി. കൊച്ചി റേഞ്ച് IG മഹിപാൽ യാദവിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ജിഷയുടെ മരണം സംഭവിച്ച് 5-ാം ദിവസമായിരുന്നു ഈ നടപടി. അപ്പോഴേക്ക് നിർണായകമായ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടു. തുടർന്നിങ്ങോട്ട് പോലീസ് മൊഴിയെടുത്തവരും കസ്റ്റഡിയിൽ എടുത്തവരും നിരവധി. നാടകീയ രംഗങ്ങളൊരുക്കി ആദ്യം 2 പേരെ, പിന്നീട് കണ്ണൂരിൽ നിന്ന് മറ്റൊരു വ്യക്തിയെ, അയൽവാസികളെ, സുഹൃത്തുക്കളെ, അന്യസംസ്ഥാനക്കാരെ, അങ്ങനെ പലരെയും കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തുവെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. മരണം സംഭവിച്ചത് ഉച്ചയ്ക്ക് 1-നും വൈകിട്ട് 5-നും ഇടയിലാണ് എന്ന അവ്യക്തമായ വിവരമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. ഇത് വൈകുന്നേരം 5:40-നും 6:05-നും ഇടയിലാണ് എന്ന നിഗമനത്തിലെത്തിയത് മരണം നടന്ന് 9 ദിവസങ്ങൾക്ക് ശേഷമാണ്. പ്രമാദമായ കേസുകളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വീഡിയോ എടുക്കാറുണ്ടെങ്കിലും ഈ സംഭവത്തിൽ അതുണ്ടായില്ല. കൂടാതെ ജിഷയുടെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യത ഇല്ലാതാക്കി എന്നതാണ് പോലീസിന്റെ ഗുരുതരമായ മറ്റൊരു വീഴ്ച. മൃതദേഹം ദഹിപ്പിക്കാൻ അനുമതി നൽകി കുറുപ്പമ്പടി സബ് ഇൻസ്പെക്ടർ നൽകിയ കത്ത് വെള്ളിയാഴ്ചയാണ് പുറത്തുവന്നത്. പോലീസ് നേരത്തെ കോടതിയിൽ സമർപ്പിച്ച തൊണ്ടിവസ്തുക്കൾ തിരികെ വാങ്ങി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 2 പേരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ജിഷയുടെ സഹോദരി ദീപയുടെ സുഹൃത്തുക്കളാണെന്നും ഫോൺ കോൾ രേഖകൾ അടക്കമുള്ളവ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇത്തരം സൂചനകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ബസ് ഡ്രൈവർമാർ അടക്കമുള്ളവരെ കഴിഞ്ഞ ദിവസം വിട്ടയക്കേണ്ടി വന്നു. അന്വേഷണ സംഘം വിപുലമാക്കിയിട്ടും സംഭവം നടന്നതിന്റെ 11-ാം ദിവസവും പ്രതിയെ സംബന്ധിക്കുന്ന വ്യക്തമായ സൂചന ലഭിക്കാതെ നട്ടം തിരിയുകയാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ജിഷയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നീതി തേടി കേരള ജനത തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് എങ്ങും. തങ്ങൾക്ക് നിർഭയമായി ജീവിക്കാൻ സാഹചര്യമൊരുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങുന്നത്. ദില്ലി കേരളത്തിൽ ആവർത്തിച്ച വാർത്ത കൈരളി പീപ്പിൾ TV പുറത്തുവിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ മലയാളനാട് വിറങ്ങലിച്ചുപോയി. തുടർന്നുള്ള ദിവസങ്ങളിൽ മലയാളക്കര ജിഷയ്ക്ക് നീതി തേടി മറ്റൊരു ജിഷ ഉണ്ടാകാതിരിക്കാൻ തെരുവിലേക്കിറങ്ങിയ കാഴ്ച. തിരുവനന്തപുരത്തായിരുന്നു പ്രതിഷേധത്തിന്റെ ആദ്യ അഗ്നി ജ്വലിച്ചുയർന്നത്. അത് തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ഇങ്ങ് തെക്കേയറ്റം മുതൽ അങ്ങ് വടക്കേയറ്റം വരെ 14 ജില്ലകളിലും പ്രതിഷേധത്തിന്റെ അലയൊലികൾ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും രാജ്ഭവനിലേക്കും DGP ഓഫീസിലേക്കും മാർച്ചും പ്രതിഷേധങ്ങളും. ജിഷയുടെ നാടായ പെരുമ്പാവൂരിൽ പ്രതിഷേധം ഇപ്പോഴും അലയടിക്കുകയാണ്. LDFന്റെ രാപ്പകൽ സമരവും പെരുമ്പാവൂരിൽ തുടരുന്നു. ജിഷ പുതിയൊരു പേരല്ല. ദില്ലിയിലും ഉത്തർപ്രദേശിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുമൊക്കെയായി സൗമ്യയെന്നോ നിർഭയെന്നോ പേരില്ലാത്തവളായോ മുഖം നഷ്ടപ്പെട്ടവളായോ ഒക്കെ ജിഷ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വർക്കലയിലും ചിറയൻകീഴിലും ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ട വാർത്തയും ഞെട്ടിക്കുന്നതാണ്. വീടും തെരുവും തീവണ്ടിയും തൊഴിലിടവുമെല്ലാം അരാജകത്വം നിറഞ്ഞിരിക്കുന്നു.
ലിംഗസമത്വത്തിനായുള്ള നീതിക്കായുള്ള പോരാട്ടം തന്നെയാണ് മലയാളത്തിൻ്റെ തെരുവീഥികളിൽ അലയടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷയുടെ ഘാതകരെ പിടികൂടാത്ത പോലീസിനെതിരെ കടുത്ത ജനകീയ പ്രതിഷേധം രാപ്പകലന്യെ പെരുമ്പാവൂരിലടക്കം കേരളത്തിൽ അലയടിക്കുകയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയാണ്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരത്തിന് പുറമെ മറ്റു സംഘടനകളും ശക്തമായി സമരരംഗത്തുണ്ട്. ഈ വിവരം, കൊല്ലപ്പെട്ട വിവരം, ജിഷ പിച്ചിച്ചിന്തിയ വിവരം ലോകത്തെ ആദ്യമായി അറിയിച്ചത് പീപ്പിൾ ടി വിയാണ്. പീപ്പിൾ ടി വി #, ക്യാമ്പയിനിലൂടെ ആ സമരം തുടരുകയാണ്. തീർച്ചയായും ആ ക്യാമ്പയിൻ തുടരുകയാണ്. തീർച്ചയായും ലക്ഷക്കണക്കിന് പേരാണ് ഈ ക്യാമ്പയിനിൽ അണിനിരക്കുന്നതും. തീർച്ചയായും ആ ദൗത്യം തുടരുകയാണ്. പ്രതിയെ പിടികൂടുന്നു, ജിഷയ്ക്ക് നീതി ലഭ്യമാകുന്നു. ഒപ്പം ജിഷ അനുഭവിച്ച സാമൂഹിക സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ വഴിമരുന്ന് കൂടിയാകണം ഇത് എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി തുടരുന്ന ചർച്ച തുടരുകയാണ്. തീർച്ചയായും നമ്മുടെ ചർച്ചയിലേക്ക് സമഗ്രമായി പങ്കെടുക്കാനായി ധന്യാരാമൻ പൊതുപ്രവർത്തക, ഒപ്പം PP സത്യൻ എഴുത്തുകാരനും ചിന്തകനുമായ PP സത്യൻ, പ്രൊഫസർ സുനിത സാമൂഹ്യ പ്രവർത്തക അടക്കം ചേരുകയാണ് ഈ ഘട്ടത്തിൽ. തുടർന്നും അങ്ങോട്ടേക്ക് ചർച്ച തുടരും സമഗ്രമായ രീതിയിൽ തന്നെ. ആദ്യം ധന്യാരാമനിലേക്ക്. ധന്യാരാമൻ, ഇന്ന് മാതൃദിനമാണ്. ജിഷ, അവളുടെ അമ്മയെ ഓർക്കാതെ ഒരു മാതൃദിനം നമുക്ക് തുടങ്ങാനാകുമോ, പ്രതിയെ ഇപ്പോഴും പിടികിട്ടാത്ത സാഹചര്യത്തിൽ? ഞാൻ 2 ദിവസം, അജിംഷാ, ഞാൻ 2 ദിവസമായിട്ട് പെരുമ്പാവൂരായിരുന്നു. ഇന്ന് രാവിലെയാണ് എത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃദിനത്തിൽ ഇങ്ങനെ വന്ന് മറ്റൊരു അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ, ഞാനും ഒരു അമ്മയാണ്, മറ്റൊരു അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. ശരിക്കും പെരുമ്പാവൂർ എത്തിയപ്പം ഞാൻ അവിടെ ജനിക്കാത്തതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കാസർഗോഡ് കള്ളാറാണ്. എൻ്റെ അമ്മയൊക്കെ പണ്ട് ആ ജിഷയുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യം കണ്ടപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ നാട്ടുകാരെയാണ് ഓർത്തത്. എൻ്റെ അമ്മ എന്നെ പ്രീ ഡിഗ്രി വരെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ 50 കിലോ സിമെൻറ്റ് ചാക്ക് ചുമന്നാണ് അമ്മ എന്നെ വളർത്തിയത്. അപ്പം എന്നും രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അമ്മ പണിക്ക് പോകും. ഒരിക്കലും എന്നെ ഒന്ന് കെയർ ചെയ്യാനോ തലമുടി കെട്ടിത്തരാനോ അല്ലെങ്കിൽ ഒരുക്കി വിടാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ ദളിതരുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും. കാരണം ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതിന് അങ്ങോട്ടുള്ളവർക്കൊന്നും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഇപ്പം ആയി വരുന്നതല്ലേ ഉള്ളൂ. അപ്പം അമ്മ പോകുന്ന സമയത്ത് അവധി ദിവസമാണെങ്കിലോ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ എന്നെ നോക്കുക, എൻ്റെ അമ്മ ഒരിക്കലും അയൽപ്പക്കത്തെ സ്ത്രീകളോട് എന്നെ നോക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ആ അമ്മമാർ ആ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു. ഒരുപാട് അമ്മമാരുണ്ട്. പള്ളിക്കര മേരി ചേച്ചി, വഞ്ചിപ്പുര മേരി ചേച്ചി, സ്രായിപ്പള്ളി ലിസി, മുത്തൂറ്റിൽ ചിന്നമ്മ ചേച്ചി, പൽപ്പിനി ചേച്ചി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവരാണ് ഉച്ചയ്ക്ക് പെട്ടെന്ന് ആഹാരമൊക്കെ കൊണ്ടുവന്ന് അത്രയും കെയർ നമുക്ക് തന്നിരുന്നു. അപ്പോൾ ഒരിക്കലും ഏറ്റവും വലിയൊരു സുരക്ഷിതമായിട്ടുള്ളൊരു കോട്ടയ്ക്കുള്ളിലാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടുകാരങ്ങനെയാണ്. ജിഷേൻ്റെ ഇന്നലെ ആ വീട്ടിൽ പോയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. മരിച്ചിട്ട് ഇന്നലെ 9ാമത്തെ ദിവസമായിട്ടും അവിടുത്തെ നാട്ടുകാർ, ജിഷ നല്ല കുട്ടിയാണ്, പക്ഷെ ജിഷയുടെ ആ കുടുംബത്തെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സംസ്കാരമില്ലാത്ത സ്ത്രീയാണ്. ശരിക്കും ആ അയൽവാസികൾ ആദ്യം ദളിതന്റെ ചരിത്രം പഠിക്കണം. ദളിതന്റെ ചരിത്രം അല്ലെങ്കിൽ ആദിവാസികളുടെ ചരിത്രം അറിയാത്തവരാണ് ഞങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മറ്റുള്ളവരെ പോലെ ഭൂമി കയ്യേറി ഞങ്ങൾ തോന്നിവാസം കാണിച്ച് ഞങ്ങൾ പണ്ടേ ആധിപത്യം സ്ഥാപിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇത് ഞങ്ങൾ തോറ്റുപോയത് ഞങ്ങൾ സത്യസന്ധരായതുകൊണ്ടാണ്. ഞങ്ങളുടെ പൂർവികർ ഭൂമി കട്ടില്ല, ഞങ്ങൾ എവിടെയും കുടിയേറ്റക്കാരായി ഞങ്ങളെ പിടിച്ചടക്കിയില്ല, ഞങ്ങളെ എവിടെ ആധിപത്യം സ്ഥാപിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി. ഇനി ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒപ്പം സാമ്പത്തികമായി ഞങ്ങൾ മുന്നേറണമെങ്കിൽ ഇനി എത്രയോ കാലം കഴിയണം. വിദ്യാഭ്യാസം കൊണ്ട് പോലും ഞങ്ങൾക്ക് എത്രയും മുന്നേറാൻ പറ്റില്ല. അപ്പം ഇതൊന്നും അറിയാത്ത കുറേ കാശുള്ള അല്ലെങ്കിൽ സവർണത ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആളുകളുടെ ചുറ്റുമാണ് ജിഷയുടെ വീടിന് ചുറ്റും ഇവരാണുള്ളത്. ഇവർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. അവരിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്തൊരു മനുഷ്യ സമൂഹമാണെന്ന് എനിക്ക് അവിടെ എത്തിയിട്ട് തോന്നിപ്പോയി. കാരണം എൻ്റെ കൂടെ പോലീസുകാരുണ്ടായിരുന്നു. ഈ പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് ഇവരിങ്ങനെ ജിഷയുടെ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീ ഒച്ച വയ്ക്കും, ബഹളം വയ്ക്കും. ആ അമ്മ എന്തിനാണ് ഒച്ച വയ്ക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. 2 മക്കളെ ചിറകിനടിയിൽ വളർത്തി ഇത്രയും കണ്ണുകൾ അവരെ ചുറ്റുമുണ്ട്. ഏത് നിമിഷം അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അവർക്ക് അറിയാമായിരുന്നു. ഇത്രയും അവർക്കെതിരെ ഒരു ആക്രമണം സാധ്യത ഉള്ളപ്പോഴാണ് ആ അമ്മ ഇതുപോലെ എല്ലാവരുടെ യുദ്ധം ചെയ്ത് നടന്നത്. തൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് പെൺമക്കളുള്ള അമ്മമാർക്ക് അറിയാം അവരെന്തുമാത്രം കെയർ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഒന്നുമില്ലാത്ത ഇത് ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിലെ ടോയ്ലറ്റിൻ്റെ വലിപ്പമേ ഉള്ളൂ ആ വീടിന്. ചെറിയൊരു സാധനം. അതിനകത്ത് എങ്ങനെയാണ് അമ്മയും മോളും ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അവിടുന്ന് അവൾ PG എടുത്തു എന്ന് പറയുമ്പോൾ അവളോട് എനിക്ക്
അത്രയ്ക്ക് ബഹുമാനം തോന്നുന്നു എനിക്ക്. എങ്ങനെയാ അവൾ ആ ചെറിയ സാഹചര്യത്തിൽ ഇത്രയും ദൂരം ബസ്സൊന്നും ഇല്ലാത്ത ആ റൂട്ടിൽ കൂടെ ഇത്രയും ദൂരം നടന്നു വന്ന് ആ കനാൽ സൈഡിലൂടെ നടന്നു വന്ന് അവൾ ഇത്രയും കാലം PG എടുത്തു, അതിനുശേഷം അഡീഷണൽ ആയിട്ട് LLB ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ അവൾ എത്രയോ മിടുക്കിയായിരുന്നു. അനാവശ്യമായിട്ട് ഒരാളടുത്ത് സംസാരിക്കൂല. അവളുടെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് ഞാൻ പോയി. പണിതുകൊണ്ടിരിക്കുന്ന വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 11 വർഷം ആ അമ്മ നിരന്തരമായി പഞ്ചായത്തിനെ സമീപിച്ചിട്ട് കഴിഞ്ഞ വർഷം പട്ടികജാതി വികസന വകുപ്പാണ് അവർക്ക് ഭൂമി വാങ്ങിക്കാനുള്ള 3 ലക്ഷം രൂപ കൊടുക്കുന്നത്. അപ്പോൾ ആ പൈസയ്ക്ക് അവർ അവിടെ ഒരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ തറയും കെട്ടിക്കഴിഞ്ഞ് കുറച്ച് ഭിത്തി കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് ജിഷ പോവുമായിരുന്നു. അപ്പോൾ അയൽപക്കത്തുള്ള വീട്ടിലത്തെ ആ പിന്നെ സ്ത്രീകളോട് ഞാൻ ചോദിച്ചു, ജിഷ സംസാരിക്കുമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇല്ല, എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. അപ്പോൾ പുതിയ വീട് കെട്ടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ എന്തോ ഒരു തർക്കം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോ കൃത്യമായിട്ട് ജിഷേനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര പകയോടെ, അത് ഭൂമിയുമായി ബന്ധപ്പെട്ട വീടുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇവൾ മുൻപേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ആരുടെ പേരിലാണ് കൊടുത്തത് അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. അത് പോലീസ് ഇതുവരെ ചെയ്തിട്ടില്ല. ആ കേസ് കൊടുത്ത ആളുകളും ആരാണോ അവൾ ഇത്ര ഫോളോ അപ്പ് ചെയ്തതെന്നുള്ളത് അറിഞ്ഞാൽ മാത്രം ഈ കൊലയിലേക്ക് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും ഈ കൊല മുമ്പോട്ട് വെക്കുന്ന സാമൂഹ്യ പശ്ചാത്തലം കൂടിയാണ്. അതിനേക്കാൾ ഗൗരവമായത് പ്രതിയെ ഇതുവരെയും കണ്ടെത്താനാകാതെയുള്ള അലംഭാവം പോലീസിന്റെ തുടരുന്നു എന്നത് കൂടിയാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത്. തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധി പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷന് മുന്നിൽ നിന്നും സമീർ കൂടി ചേരുകയാണ്. സമീർ, അന്വേഷണത്തിന്റെ വിഷയത്തിൽ ഒരു പുരോഗതിയുമില്ല. ഓരോരുത്തരെയും ചോദ്യം ചെയ്യാനായി പിടികൂടുന്നു, അവർ യോജിക്കുന്നില്ല എന്നറിഞ്ഞ് വിട്ടയക്കുന്നു. ബംഗളൂരുവിൽ നിന്നും ഒരു ഇതര സംസ്ഥാന സ്വദേശിയെ പിടികൂടുകയും ചെയ്തു. അയാളെ എപ്പോഴാണ് അവിടെ എത്തിക്കുക? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി. അജിംഷാദ്, ഇന്നലെ രാത്രിയോടുകൂടെയാണ് ബംഗളൂരുവിൽ നിന്നും ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവിടെ നിന്ന് തിരിച്ച് അവർ രാവിലെ 9 മണിക്കകം ഇവിടെ പെരുമ്പാവൂരിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യുക എന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് അത്തരത്തിലുള്ള ഒരു പ്രതിയെ കൊണ്ടുവന്നിട്ടില്ല. അതായത് ഇത് ഇവിടെ എത്തും, പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലായിരിക്കും ചോദ്യം ചെയ്യുക എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു മാധ്യമ സംഘം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നും മറ്റെവിടെയോ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 9 മണിക്കകം എത്തുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അതെല്ലാം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ IG അടക്കമുള്ളവർ ഇവിടെ തുടരുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആലുവയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരിലെ മറ്റേതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഈ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും ജിഷയുടെ സഹോദരി ദീപയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി സംശയിക്കാൻ ഇടയാക്കിയതും. അത്തരത്തിലുള്ള ഫോൺ രേഖകളുടെ പരിശോധനയിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൽ അതായത് സമീർ അതായത് ദീപയുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ജിഷയുടെ സഹോദരിയുടെ സുഹൃത്താണ് ഈ അന്യ സംസ്ഥാനക്കാരൻ അല്ലെങ്കിൽ ഇതര സംസ്ഥാന സ്വദേശിയായ ഈ വ്യക്തി ഇപ്പോൾ പിടിയിലായത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ദീപ അല്പം മുമ്പ് മാധ്യമങ്ങളുടെ മുമ്പിൽ രംഗത്തെത്തി പറഞ്ഞത് പോലീസ് ഇത്തരത്തിൽ കഥകൾ പ്രചരിപ്പിക്കരുത്, താനുമായി ഒരു ബന്ധവുമില്ല, തനിക്ക് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും അറിയില്ല, തനിക്ക് ഹിന്ദി പോലും അറിയില്ല, ഇത്തരം കഥകൾ പ്രചരിപ്പിക്കരുതെന്ന്. DYSPയും അതിന് മറുപടി നൽകി. അങ്ങനെ ഒരു കഥകളും ഞങ്ങൾ പ്രചരിപ്പിക്കുന്നില്ല എന്ന്. അത്തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഇപ്പോഴുമുണ്ട് അവിടെ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്ത്? അന്വേഷണത്തിന്റെ പുരോഗതിക്കൊപ്പം സമീർ. അജിംഷാദ്, ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ ദീപയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയെയാണ് കസ്റ്റഡി എടുത്തത് എന്നും അന്ന് ഈ പെരുമ്പാവൂരിൽ ഈ സംഭവം നടക്കുന്ന വേളയിൽ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വ്യക്തി മുങ്ങുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ഈ വ്യക്തിയെ അതേ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. എന്നാൽ ദീപ ഈ സംഭവം നിഷേധിച്ച പശ്ചാത്തലത്തിലാണ് DYSP ദീപയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല സംശയം തോന്നുന്ന മുഴുവൻ പേരെയും തങ്ങൾ പരിശോധിക്കുന്നുണ്ട്, അവയൊക്കെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഇപ്പോഴും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പലരെയും ഇനിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് DYSP വ്യക്തമാക്കുന്നത്. ദീപ പൂർണ്ണമായും ഇത്തരത്തിൽ തനിക്ക് ഇങ്ങനെ ഒരു ബന്ധമില്ല, അന്യസംസ്ഥാന തൊഴിലാളിയുമായി തനിക്ക് ബന്ധമില്ല, തനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. അതോടൊപ്പം തന്നെ തനിക്ക് എതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾ പലരും വനയുന്നത് ഈ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് എന്നും ദീപ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പോലീസ് ദീപയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ദീപയെ ഇന്നലെ പോലീസും അതിലുപരി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയും ഏറെ നേരം മൊഴിയെടുത്തിരുന്നു. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം. അങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു മൊഴികളുടെ കൂടെ സാധ്യത കണക്കിലെടുത്തുകൊണ്ടും ഈ വ്യക്തിയിലേക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങുന്നു
അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവത്തിന് ഏറെക്കുറെ ഒരു സൂചന ഈ പിടിയിലായ വ്യക്തിയിൽ നിന്ന് ലഭ്യമാകും എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ രാത്രിയോടുകൂടെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ 9 മണിയോടുകൂടെ ട്രാഫിക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്നും ഇവിടെയായിരിക്കും ചോദ്യം ചെയ്യുക, IG അടക്കമുള്ളവർ ഉണ്ടാകുമെന്നുമാണ് ആദ്യം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമായ വിവരം. എന്നാൽ ഇതുവരെയായിട്ടും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ IG അടക്കമുള്ളവർ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ അന്വേഷണ ചുമതലയുള്ള DYSP ജിജിബൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ആ വേളയിലാണ് അന്വേഷണ പുരോഗതിയെ സംബന്ധിച്ചും ഒപ്പം കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും ഇപ്പോൾ കസ്റ്റഡിയിലായ വ്യക്തികളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന ലഭ്യമായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ IG അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ മറ്റെവിടെയോ, അതായത് ആലുവ പോലീസ് ക്ലബ്ബിലോ അതല്ലെങ്കിൽ പെരുമ്പാവൂരിൽ മറ്റെവിടെയോ ഒരു സ്റ്റേഷനിൽ രഹസ്യമായി ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വ്യക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 11 ദിവസമായിട്ടും പ്രതിയെ സൂചിപ്പിക്കുന്ന പ്രതിയിലേക്ക് എത്താവുന്ന തരത്തിലുള്ള ഒരു സൂചനയും വ്യക്തമായ ഒരു തെളിവും പോലീസിന് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലരെയും ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്. പലരെയും ഇനിയും കസ്റ്റഡിയിൽ എടുക്കുമെന്നും പ്രദേശവാസികളടക്കമുള്ളവരെ പലരെയും ഇനിയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നുമാണ് പോലീസ് പറയുന്നത്. ഏതായാലും ദീപയുടെ ഈ മൊഴി പൂർണ്ണമായും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. ഇത്തരത്തിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുമായോ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള വ്യക്തികളുമായോ തനിക്ക് മോശം ബന്ധമുണ്ട് എന്ന് പരക്കുന്നതൊക്കെ അത് തെറ്റായ വാർത്തയാണ്. അത്തരത്തിൽ തനിക്കൊരു ബന്ധമില്ല എന്ന് ദീപ പറയുന്നുണ്ട്. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളുമായും മറ്റുമൊക്കെ ദീപയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. പ്രധാനമായും ആ സംശയങ്ങൾക്ക് ആധാരമാവുന്നത് ഫോൺ കോൾ രേഖകൾ 2 ദിവസമായി പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെയും ആണ് അതിൻ്റെ പരിശോധന പൂർണ്ണമായത്. അതിനകത്ത് ഒരു നിരവധി പേരുമായിട്ട് ദീപയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന്, അതിൽ പലരും അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രിയോടുകൂടെ ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുകയും വ്യക്തിയെ ഇപ്പോൾ എവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട്. വ്യക്തമായി എവിടെയാണ് എന്നും ചോദ്യം ചെയ്ത് ആരംഭിച്ചു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചന പോലീസ് നൽകുന്നില്ല. എന്നാൽ 9 മണിയോടെ എത്തിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പോഴും എത്തിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചില്ല എങ്കിൽ മറ്റെവിടെയോ കൊണ്ടുവന്നിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം പ്രതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പോലീസ് നാടകീയ രംഗങ്ങൾ ഒരുക്കിയ സംഭവം നമുക്കറിയാം. അത്തരത്തിൽ ഇനിയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികൾ എന്ന് സംശയിക്കുന്ന വ്യക്തികളെ കൊണ്ടുവരികയും അത് പിന്നീട് അങ്ങനെ അല്ലാതെ മാറിയ ഒരു സാഹചര്യത്തിൽ ഇനി ഇത്തരത്തിൽ ഉണ്ടാവുകയും പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തികളെ പിന്നീട് വിട്ടയക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ അത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ സൂചന ലഭ്യമായ ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചാൽ മതി എന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രാഫിക് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടും ഇതുവരെയും കൊണ്ടുവരാതിരിക്കുന്നതും. എന്നാൽ ആ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തി പെരുമ്പാവൂരിൽ എവിടെയോ ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തീർച്ചയായും സമീർ വാഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എത്തി നിൽക്കുന്നത് ബംഗളൂരുവിൽ നിന്നും അന്യസംസ്ഥാനക്കാരനായ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതാണ്. നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ എന്നതിനപ്പുറത്തേക്ക് ഒരു പുരോഗതിയും അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല എന്നാണ് അറിയാനും ആകുന്നത്. പോലീസ് ഇരുട്ടിൽ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പിടിയിലായ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ അല്പസമയത്തിനുള്ളിൽ പെരുമ്പാവൂരിൽ എത്തിക്കും എന്നും വിവരങ്ങളുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സമീർ വാഴങ്ങോട് നൽകിയത്.